ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അജിനി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോഡി ഷേമിങ്ങിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ വണ്ണം വെച്ചിരിക്കണോ, അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കണോ, നമ്മൾ കറുത്തിരിക്കണോ, വെളുത്തിരിക്കണോ, നമുക്ക് മുടി ഉണ്ടായിരിക്കണോ, നമ്മുടെ നടത്തം നന്നായിരിക്കണോ, ഇതെല്ലാം സമൂഹം തീരുമാനിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് നടക്കാനോ നമ്മളുടെ ശരീരം സൂക്ഷിക്കാനോ സാധിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതൊന്നും നമ്മുടെ ചോയ്സ് അല്ല. നമ്മളൊരു കുട്ടിയെ, ഒരച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അത് അവരുടെ കുടുംബം അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യം അനുസരിച്ച്, അച്ഛൻ്റെയും അമ്മയുടെയും ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് അതനുസരിച്ച് ഒരു കുട്ടി ഉണ്ടാകുന്നു. അല്ലാതെ ഇത് നമ്മുടെ ചോയ്സ് അല്ല. നമ്മൾ ഒരു കുട്ടിയായിട്ട് വളരുന്നു, അല്ലെങ്കിൽ അതിനുശേഷം ചിലപ്പോൾ നമ്മൾ മെലിഞ്ഞു പോകുന്നു, കുറച്ച് പേർക്ക് വണ്ണം വയ്ക്കുന്നു. ഇതൊക്കെ നമ്മൾ ചോയ്സ് അല്ല നമ്മുടേത്. പിന്നെ ഭക്ഷണം കഴിച്ചവർ വണ്ണം വയ്ക്കും, അതൊക്കെ വേറെ കാര്യം. അതും അവരുടെ ചോയ്സാണ്. അവർ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഭക്ഷണം കഴിക്കട്ടെ, വണ്ണം വെച്ച് ജീവിക്കട്ടെ. അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നവർ മെലിഞ്ഞിരിക്കട്ടെ. ഇനി അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറഞ്ഞ് അവരെ ഇൻസൾട്ട് ചെയ്യുക എന്നത് പല ആൾക്കാരിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു സന്തോഷമാണ്. അയ്യേ, പിന്നെ കറച്ചട്ടി പോലെ ഇരിക്കുന്നു, കറുത്തിരിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ മെലിഞ്ഞിരിക്കുന്നു, എന്തൊരു ശരീരമായത്, എന്താ പറയുന്ന, നമ്മൾ പറയുമല്ലോ മാങ്ങ പറിക്കുന്ന സാധനം പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മറ്റൊരാളെ കളിയാക്കി അല്ലെങ്കിൽ മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലൊരു സന്തോഷം കിട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഈ ബോഡി ഷെയ്മിങ്ങിന് ഇരയാകുന്നവർ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരാളെ ഇൻസൾട്ട് ചെയ്ത് ഒരാൾ സന്തോഷിക്കുന്നെങ്കിൽ അതൊരു മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തോ ഒരു കുറവുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ അതങ്ങ് വിട്ടേക്കുക, അതിനെ നമ്മൾ ചെവിക്കൊള്ളാതിരിക്കുക. കാരണം ഈ പറയുന്നവർ പറയുന്നതിനേക്കാൾ നമ്മളത് നമ്മൾ വിഷമിക്കുന്നതാണ് ഇവിടെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പം നമ്മൾ കണ്ട പല പെൺകുട്ടികൾക്കും PCOD ഉണ്ട്, പല ആൾക്കാർക്കും മറ്റ് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട്, തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ കൊണ്ട് പല ആൾക്കാർക്കും വണ്ണം വയ്ക്കുന്നുണ്ട്. ഇതുമൊക്കെ അവർ വേണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നതല്ല. അവർക്കുണ്ടായ അസുഖങ്ങളും അവർക്കുണ്ടായ സ്ട്രെസ്സുകളും ഒക്കെ കൊണ്ട് ഡിപ്രഷൻ വരുന്നവർക്ക് തടി വയ്ക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും അവർക്ക് ഓരോരുത്തർക്കേ അറിയത്തുള്ളൂ അവരെന്ത് കാരണം കൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത്. ഈ കാണുന്നവരൊക്കെ ഇവക്കൊരു ബോധമില്ലേ. പണ്ടൊക്കെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, റേഷൻ കട, ഏത് റേഷൻ കടയാ, അങ്ങനെയെന്നൊക്കെ. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവരുടെ സ്പേസ് കൊടുക്കണം എന്നുള്ള ബോധം നമുക്ക് ഇത്രയും സാക്ഷരത കേരളത്തിന് അറിയത്തില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു സങ്കടമാണ്. പിന്നെ നമ്മൾ ചിലപ്പോൾ ഒരു ഐഡൻറ്റിഫിക്കേഷന് പറയും. ചില ആൾക്കാർ അറിയാതെ പറയുന്നുണ്ട്. ചില ആൾക്കാർ, ഇതിൽ രണ്ട് തരം ആൾക്കാരുണ്ട്. ചിലർ പർപ്പസ്ഫുള്ളി ഒരാളെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് അയാളുടെ രൂപത്തിനെയോ അല്ലെങ്കിൽ ശബ്ദത്തിനെയോ മുടിയോ ഒക്കെ കൊണ്ട് ഇൻസൾട്ട് ചെയ്യും. ചില ആൾക്കാർ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ ആ രീതിയിൽ ട്രെയിൻഡ് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. നമ്മളിപ്പോൾ ഒരു ഐഡൻറ്റിഫിക്കേഷന്, നിങ്ങളൊരു തടിയുള്ള ആൾ ഇവിടെ നിൽക്കുന്ന കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നത് ഒരു ഐഡൻറ്റിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു തടിയുള്ള ആൾ അവിടെ ഉണ്ടായിരുന്നു, ഒരാൾ ഇതുവഴി നടന്നു പോകണ ഉണ്ടായിരുന്നു, ഒരു മെലിഞ്ഞ എന്ന് നമ്മൾ പറയും. അതുപോലും നമ്മൾ മാറ്റി പറയാനായിട്ട് നമ്മൾ ശീലിക്കണം. കാരണം നമ്മളത് അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. ഒരാളെ ഇൻസൾട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് പറയുന്നതല്ല. അത് അറിയാതെ സംഭവിക്കുന്നതാണെങ്കിൽ പോലും അവർ പോലും മാറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളുടെ വർത്തമാനത്തിൻ്റെ ശീലത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ശീലിക്കുമ്പോൾ, നമ്മൾ പലതും പറയുമ്പോൾ, വീട്ടിൽ തന്നെ പറയുമ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ ആരെയെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, എടാ ഗുണ്ടൂസേ, എടാ മറ്റേത് എന്നൊക്കെ നമ്മൾ ഒരു തമാശയ്ക്ക് ചിലപ്പം കുട്ടികളോട് തന്നെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് തമാശ കളിച്ച് കഴിയുമ്പോൾ, നമ്മൾ പുറത്ത് പോയി കഴിയുമ്പോഴും നമ്മൾ ഇത് തന്നെ പറയുകയും നമ്മുടെ വർത്തമാനം മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്യും. വിജയ് TV-യിൽ ഒരു ക്ലിപ്പ് കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ ഒരു ലേഡി അവരുടെ വണ്ണത്തിൻ്റെ പേരിൽ ആരോ തമാശ പറഞ്ഞതിന് എണ്ണിട്ട് പ്രതികരിക്കുന്നതായിട്ടാണ് ആ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടത്. അതിലവർ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ശരീരത്തിനെ വെച്ച് പറഞ്ഞത് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ ഞാൻ തമാശ പറഞ്ഞാണ്, അതങ്ങനെ തമാശ പറയാൻ പാടില്ല. എല്ലാവരും ഒരുപോലെ ഇരിക്കാൻ സാധിക്കുമോ? എല്ലാവർക്കും അങ്ങനെ സുന്ദരികളായിട്ട് ഇരിക്കാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ ഞാനും ഒരു കാലത്ത് മെലിഞ്ഞ് ഇരുന്ന ആളാണ്. ഞാൻ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജീവൻ കൊടുക്കുകയും അവരെ വളർത്തിയെടുക്കുകയും ചെയ്ത് ഞാൻ അങ്ങനെ ഒരു സൃഷ്ടാവാണ്. സത്യമല്ലേ? അങ്ങനെ ഒരു സൃഷ്ടാവാണ് ഞാൻ. എന്നെ നോക്കി എനിക്ക് വണ്ണമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കളിയാക്കുമ്പോൾ എല്ലാവർക്കും ക്ലിയോപാട്ര ആവാൻ പറ്റുമോ? എല്ലാവർക്കും ഐശ്വര്യ റോയ് ആകാൻ പറ്റുമോ?
ഇനി പോട്ടെ, ആകാൻ പറ്റുമെന്ന് വിചാരിച്ചോളൂ. ഞാൻ പ്രസവിച്ച എൻ്റെ 2 മക്കൾക്ക് നിങ്ങൾ ഐശ്വര്യ റോയെ കൊണ്ട് കൊടുത്താൽ എന്നെയും കാത്തിരിക്കുന്ന 2 മക്കൾക്ക് അത് സമാധാനമാകുമോ എന്ന് ആ അമ്മ ചോദിക്കുന്നുണ്ട്. എത്ര അർത്ഥമുള്ള ചോദ്യമാണ് ആ അമ്മ ചോദിച്ചത്. ശരിയല്ലേ? നമുക്ക് നമ്മുടെ അമ്മയ്ക്ക് പകരം വേറെ ഏത് ലോകത്ത് എത്ര സുന്ദരിയായ ഒരു അമ്മയെ കൊണ്ട് നിർത്തിയാലും നമ്മുടെ അമ്മയ്ക്ക് പകരമാകത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എത്ര ഭംഗിയില്ലാത്തവരാണെങ്കിലും അവർക്ക് ഭംഗിയില്ലാത്തവർ എന്നൊരു നിർവചനവും എനിക്കിഷ്ടമല്ല. കാരണം ഭംഗി എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന കളറിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. ഓരോരുത്തർക്കും ഓരോരുത്തർ ഭംഗിയാണ്. അവരുടെ അച്ഛൻ, അവരുടെ അമ്മ, അവരുടെ മക്കൾ എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർക്കും അതൊരു ഭംഗിയാണ്. അപ്പോൾ ലോകത്തെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അവരവരുടേത് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭംഗി. അല്ലെങ്കിൽ നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ എന്നൊക്കെ പറയുന്നതിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, പറയുന്ന ആൾക്കാരെ നിയന്ത്രിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം തീരുമാനിക്കണം അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കനുസരിച്ച് മാറാനോ നടക്കാനോ ഞാൻ പോകുന്നില്ല. ഞാൻ ആരാണോ അങ്ങനെ എന്നെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാകുക. അങ്ങനെ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക. നിങ്ങളുടെ രൂപം എന്തുമാകട്ടെ, നിങ്ങളുടെ ഡിഫക്റ്റുകൾ എന്തുമാകട്ടെ, അതിനെ നിങ്ങൾ ആദ്യം അംഗീകരിക്കണം. നിങ്ങൾ അംഗീകരിക്കുകയും അതിനെ നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങൾ അതിൽ മാറ്റം വരുത്തി ജീവിക്കാൻ ആഗ്രഹിക്കാതെ അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകുകയും ചെയ്താൽ പിന്നെ നിങ്ങളെ നോക്കി ആരും അത് പറയാൻ തന്നെ വരത്തില്ല. നമ്മൾ തന്നെ അയ്യോ എനിക്ക് ഇച്ചിരി തടി കൂടുതലാണ്, എനിക്ക് അങ്ങനെയാ എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ അവർക്ക് മെസ്സേജ് കൊടുക്കുവാണ്. അപ്പോൾ അവർ നമ്മളെ ഉപദ്രവിക്കാൻ നിൽക്കും. പിന്നെ നമ്മുടെ നാട്ടിലൊരു രീതി അനുസരിച്ച് പലരും അതിനെക്കുറിച്ച് അവെയർ അല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് പറയും, അയ്യോ നീ ഇച്ചിരി ക്ഷീണിച്ച് പോയല്ലോ, നീ ഇപ്പോൾ ഇച്ചിരി തടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ മറ്റൊരാളെ വേദനിപ്പിക്കുമെന്നൊന്നും ഉദ്ദേശിച്ച് പറയുന്നതല്ല കേട്ടോ. അങ്ങനെ മനസ്സാ വാചാ കർമ്മണ അറിയാതെ പറയുന്ന കുറേ ആൾക്കാരുമുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ സംസാരത്തിൽ നമ്മൾ പല കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ സംസാരം മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്നുള്ള വ്യക്തമായ ബോധ്യം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. പിന്നെ പർപ്പസ്ഫുള്ളി വേദനിപ്പിക്കാനായിട്ട് വരുന്നവരെ എന്ത് പറഞ്ഞു മാറ്റണം എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മളങ്ങ് മാറുക. അവർ വിചാരിക്കുന്ന പോലെ നമ്മൾ ജീവിക്കത്തില്ല. ഞാൻ സുന്ദരിയാണ് അല്ലെങ്കിൽ ഞാൻ സുന്ദരനാണ്, ഞാൻ മറ്റുള്ളവരും എനിക്കിഷ്ടപ്പെട്ടവരെല്ലാം ഇഷ്ടപ്പെടുന്നവനാണ്, ഞാൻ എന്നുള്ളത് വേറൊരു വ്യക്തിയാണ് എന്നുള്ള ഒരു തൻ്റെ ഇടത്തോടു കൂടി എന്നുള്ള ഒരു അഭിമാനത്തോടു കൂടി ജീവിക്കാനും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനും നമ്മളെ സ്നേഹിക്കാനും, നമ്മളാദ്യം നമ്മളെ സ്നേഹിക്കുക, നമ്മളെ സ്നേഹിക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആരും ഇങ്ങോട്ട് വന്ന് ഇൻസൾട്ട് ചെയ്യത്തില്ല. നമ്മൾ അതിന് തയ്യാറായി നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് ചെയ്യുന്ന ആൾക്കാർ അറിയാതെ ചെയ്യുന്നവരാണെങ്കിൽ അത് ശ്രദ്ധിച്ച് ജീവിക്കുക. മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാനായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ വേദന കൊടുത്ത് അല്ലെങ്കിൽ ഒരാളെ ഇടിച്ച് താത്തിക്കൊണ്ട് നിങ്ങൾ ജയിക്കുന്ന ജയം ഒരു സ്ഥിരമായ ജയമല്ല. ആ ജയത്തിൽ നിങ്ങൾക്ക് സത്യത്തിൽ സന്തോഷമൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, ജീവിക്കുക. അപ്പോൾ എല്ലാവരെയും ഇഷ്ടപ്പെടാനും എല്ലാ കാര്യങ്ങളെയും വ്യത്യസ്തമായി കാണാനും അംഗീകരിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു.